ഹായ് ഹലോ, എല്ലാവർക്കും ഡെൽഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നെറണം വള്ളം ഇറക്കാനുണ്ട്. അതായത് നെറണം ചുണ്ടൻ, നെറണം ബോട്ട് ക്ലബ്ബ് പോയി നെറണം ചുണ്ടൻ ഇറക്കുന്ന കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 4:45. ഞാൻ 4:30 ഇറങ്ങിയതാണ്. അപ്പം നെറണം വള്ളം ഇരിക്കുന്ന സ്പോട്ട് അടുക്കാറായി. ഇരുട്ടാണ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. വെളുപ്പിനെയാണ് ഒരു വള്ളം ഇറക്കുന്നത്. അതിന്റെ ടൈം വെളുപ്പിനെ മറ്റോ ഉണ്ടാണെന്ന് തോന്നുന്നു ഇറക്കാൻ നല്ല സമയം. അപ്പം ആ ഒരു സമയത്തായിരിക്കും ഇറക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇരുട്ടാ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ റോഡിൽ കൂടെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്താണ് എന്നെ കാണുന്നത് പോലും. ഓക്കെ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള നിരണം എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ് ഈ ചുണ്ടൻ വള്ളം. നിരണം ഗ്രാമത്തിലെ ഓരോ ജനങ്ങളുടെയും ആവേശമാണ് ഈ വള്ളത്തിൻ്റെ യഥാർത്ഥ കരുത്ത്. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡോക്കിലേക്ക് വെള്ളം കയറ്റുകയായിരുന്നു. വെള്ളം കയറ്റാനായിട്ട് ഡോക്കിൻ്റെ പ്ലേറ്റ് കിളത്തി വെച്ചിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം കയറ്റി. പിന്നെ ഇത് പറഞ്ഞ സമയത്ത് തന്നെ, കാരണം ഈ 5:45-നും 5:15-നും 5:45-നും ഇടയിലാണ് ഇതിൻ്റെ നീര് അണിയേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് വെള്ളം അതിനകത്ത് ഫില്ലായി വള്ളത്തിൻ്റെ അടിയിൽ വെള്ളം നനഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വള്ളം പുറത്തേക്ക് ഇറക്കിയത് 6 മണി കഴിഞ്ഞിട്ടാണ്. 6 മണി 6:30 ആയിട്ടുണ്ട് വള്ളം പുറത്തേക്ക് ഇറക്കുക. കാരണം ഇത്രയും വെള്ളം ഫില്ലായി വരണം, പിന്നെ ഈ വെള്ളം പുറത്തേക്ക് റിലീസ് ചെയ്യണം. അങ്ങനെ കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷേ അവർ സമയം പറഞ്ഞ സമയത്ത് തന്നെ വെള്ളത്തിൻ്റെ അടിവശത്ത് വെള്ളം ടച്ച് ചെയ്തിരുന്നു. പിന്നെ ഇത് ഫ്ലവറൊക്കെ വെച്ചും ബലൂണൊക്കെ വെച്ചും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വള്ളത്തിനൊരു പേരുണ്ട്, പ്രജാപതി. ഞാനത് ഇന്നാണ് സത്യത്തിൽ അറിയുന്നത്. ഇത്രയും വർഷമായിട്ട് അത് അറിയത്തില്ലായിരുന്നു. ആ പേര് ഇന്ന് ആ മരത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പേര്, പ്രജാപതി എന്ന് പറഞ്ഞു. ഞാൻ ആ പേര് ഇന്നാണ് അറിയുന്നത്. പല വള്ളത്തിനും പല വിളിപ്പേരുകളുണ്ട്. അപ്പം ഈ വള്ളത്തിൻ്റെ പേര് പ്രജാപതി ഇന്നാണ് അറിയുന്നത്. പ്രവേശിപ്പിക്കരുത്. കൈ കുറെ പോയിടാ. വെരി ഗുഡ്. ആ കൂടി അങ്ങ് പൊക്കി വിട്ടേരെ. നേരെയാണോന്നില്ല, നേരെയാണെന്നില്ല. മതി മതി മതി. അല്ല, അതിന്റെ താഴെയിട്ട് അങ്ങ് പോരും. അതിന്റെ താഴെയിട്ടല്ലേ, അതിന്റെ താഴെയിട്ട് അങ്ങ് പോവും. അല്ലല്ലോ, തെറച്ചു നോക്കില്ല. ഇത് ഇറങ്ങിക്കോട്ടെ, അത് പിന്നീട് അത് ചെയ്തോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ലെവലാക്കിക്കോ ലെവലാക്കിക്കോ. അങ്ങനെ
ഇവിടെ വെള്ളം അന്തേട്ടാ ഇവിടെ ഒരു സാധനം നമ്മുടെ മറിഞ്ഞു വീണ് കിടപ്പുണ്ട് എടുക്കണേ താഴെ ഇനി അരമണിക്കൂർ പടക്കത്തിന് നീ കൊടുത്താൽ വട്ടം വെച്ചിട്ട് നമ്മുടെ ആ പൊക്കത്തിൽ കൊള്ളിച്ചൊന്നും അത് വിട്ടോ ഇനി വിട്ടു ഈ വട്ടം പൊക്കത്ത് ഈ വട്ടം വെച്ചിട്ട് നമ്മുടെ നിബന്ധന മേളിൽ കൊള്ളിച്ചൊന്ന് ചെറുതായിട്ട് നിർത്തിയാൽ മതി. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഒന്നേ ഉള്ളൂ. കർത്താവായാലും അയ്യപ്പനായാലും കേട്ടോ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ഒരേ ദൈവമുള്ളൂ. നമുക്ക് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കിരണത്തിൻ പ്രജാപതി കിരണിഞ്ഞു വരുന്നല്ലോ ദൈവം ചെയ്യണമേ. കിരണത്തിൻ പ്രജാപതി വെരി ഗുഡ് വെരി ഗുഡ്. അവിടേക്ക് ആവള പോട്ടെ അവിടെ കണ്ട അവിടെ ആയിരുന്നില്ലല്ലോ ഉണ്ടോ? അങ്ങനെ ഈ വർഷത്തെ വള്ളം കളിക്ക് വേണ്ടി നിരണം വള്ളം ഒരുക്കമായി. അങ്ങനെ നിരണം വള്ളസമിതിക്കും വള്ളത്തിൻ്റെ തുഴച്ചിൽക്കാർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു.